Good afternoon, sir. Okay, good afternoon. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? How was your own celebration? How was your Onam celebration? Super. Yes. Good. Kripa. Divya. Good. Okay. Kirti, okay. Good and super. Okay. Very good. Yes, Linju. Adivoli. Okay. Kirti, ഒരു ചോദ്യം ചോദിക്കട്ടെ? ഞായറാഴ്ചയായിരുന്നു ഓണം. ആ ഞായറാഴ്ച നടന്ന സംഭവങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന സംഭവങ്ങൾ ഒന്ന് പറയാമോ? Can you describe? Yes, sir. Yes, പറഞ്ഞു. ഞാൻ ക്ലൂ ഇട്ട് തരാം. രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റു എന്ന് തുടങ്ങി ആരംഭിച്ചു. I got up at 6 o'clock in the morning. After that, I took my bath. Then I prepared the breakfast for the family. എന്തൊക്കെ പ്രിപ്പയർ ചെയ്തെന്ന് പറയാം. Then after that, I decorated the അത്തപ്പൂക്കളം. Then അങ്ങനെ നിർമ്മിക്കും. ഉച്ചയാകുമ്പോൾ I helped my mother in preparing the various dishes. Avil, Karan, Pachidi, all these things. Then after the lunch, we went to everything program. So okay, start. I have. Okay, Gandhi, start it. I wake up at 7 o'clock and then I put pookalam. Oh, okay. After that, I help my mother to make breakfast. Okay. And after that, I help my mother to cook food also. And then we went to for purchasing the dresses for my grandmother and grandfather, my mother and father also, and I also buy a new dress. Yes. That's it. Then afternoon. Afternoon, we give the food to that dead people. Okay. And we pray for my marriage also. Yes. That much. And Okay. Payasam Okay. also. Okay. Okay, Gandhi, very good. Okay. Very good. Okay. Yes. അപ്പോൾ now നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചത് അതൊന്ന് പറയാം ആദ്യം. യൂണിറ്റ് 16 നമ്മൾ പറഞ്ഞത് I told you about the story writing, how to develop a story. അത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ലെറ്റർ നമ്മൾ പറഞ്ഞു. That letter means the friendly letter. Suppose that your son or daughter got a full A+ in SSLC examination. How could you write? How will you write a friendly letter to your close friend? അതല്ലേ നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചത്? Yes, sir. Okay. നമുക്ക് അതിനകത്തേക്ക് നമുക്ക് ബാലൻസ് ഒരു ഒഫീഷ്യൽ ലെറ്റർ കൂടി ഉണ്ട്. അതിനകത്തേക്ക് നമുക്ക് വരാം. അത് നമുക്ക് ലാസ്റ്റ് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ വേറൊരു സംഗതി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് നമ്പർ 13 ഫ്രൈസൽ വെർബ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫ്രൈസൽ വെർബ്. അപ്പൊ അതെന്താണ് നമുക്ക് നോക്കിയിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. യൂണിറ്റ് ഒന്ന് പറയോ? യൂണിറ്റ് എത്രയാണ് പറയോ? ആദ്യമായിട്ട് കേറുന്നത്. യൂണിറ്റ് 13 ഫ്രൈസൽ വെർബ്സ്.
Okay. Some phrasal verbs are ഒന്ന് പറയോ സാറേ? no പേജ് നമ്പർ ഒന്ന് പറയോ? പേജ് നമ്പർ ഇതില്ല. യൂണിറ്റ് 13 ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞ പേജ് നമ്പർ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടല്ല ഇത് വേറെയാണ്. 122. ഓക്കെ 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 122. ഓക്കെ 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 യെസ്. അപ്പൊ നമുക്ക് ഫ്രേസൽ വെർബ് എന്താണ് നമുക്ക് നോക്കാം. ദിവ്യ, ദീപു, ആർ യു റെഡി? യെസ് സർ. ഓക്കെ 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 ഓക്കെ. ഞാനൊരു വാക്ക് പറയാം. ലുക്ക് എന്നൊരു വാക്കിന്റെ അർത്ഥം എന്താണ്? നോക്കുക. ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? ശേഷം. അപ്പൊ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? ശുശ്രൂഷിക്കുക. യെസ്. അപ്പൊ ഓക്കെ 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 മതി. അതൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇവിടെ ഞാൻ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നോക്കുക എന്ന് പറഞ്ഞു, ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ശേഷം എന്ന് പറഞ്ഞു. അപ്പൊ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ പോയി നോക്കിയ ശേഷം പ്ലാൻ. പക്ഷെ ലുക്ക് ആഫ്റ്റർ എന്ന് പറയുന്നത് പ്രൊട്ടക്ട്, സംരക്ഷിക്കുക എന്നാണ്. ശുശ്രൂഷിക്കുക അല്ലേ? ശുശ്രൂഷിക്കുക, സംരക്ഷിക്കുക അങ്ങനെയാണെങ്കിൽ അപ്പോ ഇതിനെയാണ് നമ്മൾ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡുകൾ ചേരുമ്പോൾ അതിൽ വരുന്ന അർത്ഥം മൂന്നാമതൊരു അർത്ഥമാണ്. അത് വേണമെങ്കിൽ ഒരു വേർഡും അതിന്റെ കൂടെ ഒരു പ്രിപ്പോസിഷനും ആവാം. ടുവോ ഇന്നോ ആവട്ടെ പ്രിപ്പോസിഷനും ആവാം. അതിനെയാണ് നമ്മൾ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കോമൺ ആയിട്ടുള്ള കുറച്ച് ഫ്രേസൽ വെർബ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഫ്രേസൽ വെർബ്സ് നമ്മൾ വായിച്ചിട്ട് ആ ഫ്രേസൽ വെർബ്സിന്റെ മീനിങ് പറയാം. നമ്മൾ ഇവിടുത്തെ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇതേപോലെയുള്ള ഫ്രേസൽ വെർബ് കൊടുത്തിട്ടുണ്ടാവും. ആ ഫ്രേസൽ വെർബിന്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും. ആ ഫ്രേസൽ വെർബ് മാറ്റിയിട്ട് അതേ അർത്ഥം വരുന്ന വേറെ വേർഡ് മൾട്ടിപ്പിൾ ചോയ്സിൽ എടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇവിടെ കുറച്ച് ഫ്രേസൽ വെർബ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് വരാം. ആദ്യത്തെ ഒരാള് മോഹൻദാസ്. ആർ യു റെഡി? ഓക്കെ സാർ. കുട്ടികളുണ്ട്, അവരെ ഡിസ്റ്റർബൻസ് ഉണ്ട്, അത് ഞാൻ ശ്രദ്ധിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ആദ്യത്തെ 5 ഒന്ന് വായിച്ചേ. ബ്രേക്ക് അവേ. ബ്രേക്ക് അവേ. മീനിങ് എസ്കേപ്പ്. എസ്കേപ്പ്. പിടി കിട്ടിയാലോ? അർത്ഥം മനസ്സിലാവില്ലല്ലോ. ഇല്ല. എസ്കേപ്പ്. ഓക്കെ ഓക്കെ. അടുത്തത് ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ. ഓക്കെ. ഡിസ്ട്രോയ്, ഡിഫീറ്റ്. ഡിസ്ട്രോയ് ഓർ ഡിഫീറ്റ്, നശിക്കുക അല്ലെങ്കിൽ പരാജയപ്പെടുത്തുക. ഓക്കെ 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 ഓക്കെ. അടുത്തത് ബ്രേക്ക് ഇൻ ടു. എൻ്റർ ബൈ ഫോഴ്സ്. ശക്തി ഉപയോഗിച്ച് കയറുക. ബൈ ഫോഴ്സ്. ഓക്കെ ഓക്കെ. ശക്തി ഉപയോഗിച്ച് അകത്തേക്ക് പ്രവേശിക്കുക. ഓക്കെ ഓക്കെ. അടുത്തത് ഫോർത്ത് വൺ ബ്രേക്ക് ഓഫ്. ബ്രേക്ക് ഓഫ്. എൻഡ്, ടെർമിനേറ്റ്. എൻഡ് ഓർ ടെർമിനേറ്റ്. അർത്ഥം പിടികിട്ടിയല്ലോ? ആർക്കെങ്കിലും പിടിക്കാനെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ 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 ഓക്കെ. ബ്രേക്ക് ഔട്ട്. മീനിങ് ടു ബിഗിൻ സഡൻലി. ടു ബിഗിൻ സഡൻലി, പെട്ടെന്ന് ആരംഭിക്കുക. ഓക്കെ ഓക്കെ, അത് മതി. ടു ബിഗിൻ സഡൻലി. നമുക്ക് ബ്രേക്ക് എവേ, ബ്രേക്ക് ഡൗൺ, ബ്രേക്ക് ഇൻ ടു, ബ്രേക്ക് ഓഫ്, ബ്രേക്ക് ഔട്ട്. ഓക്കെ 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 ഓക്കെ. ശരി. ഓക്കെ ഓക്കെ മതി. ഇനി 6 മുതൽ 10 വരെ ഉള്ളത് അടുത്തൊരാണ്. ഞാൻ വായിക്കാം. ബ്രേക്ക് ത്രൂ. ബ്രേക്ക് ത്രൂ. ഫോഴ്സ് എ വേ ത്രൂ. Force a way through. Force a way through. Okay 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 okay. Correct. Break up. Divide into smaller pieces. അർത്ഥം പിടികിട്ടിയല്ലോ? മീനിങ് മനസ്സിലായല്ലോ? Bring about. To cause. കാരണമാവുക. ഓക്കെ. Bring back. To return. Cause to return. തിരിച്ചു വരിക അല്ലെങ്കിൽ തിരിച്ചു വരാനായിട്ടുള്ള കാരണമാവുക. ഓക്കെ 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 ഓക്കെ. Bring down. ഓക്കെ. Cause to come down. Cause for.
ബ്രിങ് ഡൗൺ, കോസ് ടു കം ഡൗൺ ഓർ കോസ് ഫോർ, കാരണമാവുക. ഓക്കെ 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 ശരി. ഓക്കെ ഓക്കെ. അടുത്തൊരാള് 11 മുതൽ 15 വരെ. Bring in, ദിവ്യ വായിച്ചു. bring in, ആ meaning earn or save. ഓർ സേവ്. ഓക്കെ 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 ശരി. Bring out, produce. വെരി ഗുഡ്. ഓക്കെ. Bring under, to control and defeat. So control and defeat. Okay. Bring up, to educate and care for kids. Kids. To educate and care for kids. Okay. 15. Call at, visit a place. Call on, visit a person. എന്ന് വെച്ചാൽ എന്താന്ന് മനസ്സിലായോ? കോൾ അറ്റ് എന്ന് വെച്ചാൽ ഒരു പ്ലേസ് വിസിറ്റ്, ഒരു പ്ലേസ് കാണുക, സ്ഥലം കാണുക എന്ന് പറയും. കോൾ ഓൺ എന്ന് വെച്ചാൽ വിസിറ്റ് എ പേഴ്സൺ, ഒരു പേഴ്സണിനെ മീറ്റ് ചെയ്യാന്നറിയാം. വെരി ഗുഡ് വെരി ഗുഡ്. കോൾ അറ്റ് എ പ്ലേസ്, കോൾ ഓൺ. കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ മീനിങ് വിസിറ്റ് എന്നാണ്. വിസിറ്റ്, സന്ദർശിക്കുക. പക്ഷെ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ കോൾ അറ്റ് എന്ന് പറയണം. സന്ദർശിക്കുന്നത് നമ്മളൊരു വ്യക്തിയാണെങ്കിൽ അത് കോൾ ഓൺ എന്ന് പറയണം. ഓക്കെ. 16-20 അടുത്തൊരാള്. Call upon, ആ ask to do something. ഓക്കെ Call for, ഓക്കെ demand. ഓക്കെ പിന്നെ അടുത്തത് carry on, continue. കണ്ടിന്യൂ. ഓക്കെ Carry out, for fulfill, execute. എക്സിക്യൂട്ട്. ഫോർ ഫുൾഫിൽ ഓർ എക്സിക്യൂട്ട്, നടപ്പിലാക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ്. Come about, ഓക്കെ. occur, happen. occur or happen, സംഭവിക്കുക. ഓക്കെ. കം അബൌട്ട്. വെരി ഗുഡ്. ഓക്കെ. ഇനി അടുത്തത് 21 21 to 25 അടുത്തതാണ്. Come across. Come across. Meet by chance. യാദൃച്ഛ്യമായിട്ട് കണ്ടുമുട്ടുക. മീറ്റ് ബൈ ചാൻസ്. ഓക്കെ. Come by. Obtain. എന്ന് പറഞ്ഞാല് നേടുക. Come to. Mount to. ഓക്കെ. Come round. Begin to accept. begin to accept. Okay. Come across. Sorry, cut across. Cut across. Interrupt or oppose. തടസ്സപ്പെടുത്തുക. Interruption. Okay, okay. ശരിയാണ്. Okay, 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 okay. Now 26 to 30. Cut down, to reduce. Okay. Cut off, disconnect. Okay. Get on, make progress. Okay. Get over, overcome. Okay. Get away, escape from. Okay, 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 okay. Ready ആണ്. Correct ആണ്. സർ എസ്കേപ്പ് ഫാം ആണോ ഫ്രം ആണോ? പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ. ഇതിന്റെ ശബ്ദം ഉണ്ടാകും. ഓക്കെ ഓക്കെ. ഫ്രം ആണ്. യെസ്. Now 31 to 35. അടുത്തൊരാള്. Through past. Yes. Okay. Get up, raised from bed. Okay. Giving, surrender, yield. Okay. Give up, stop. Okay. Give away, distribute. Distribute. വിതരണം ചെയ്യുക. Okay, okay. Distribute. Okay, Give okay, okay. over, give. Okay, 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 okay. നമുക്ക് ഒരു 5 വെച്ച് കൊടുക്കാം. എല്ലാവർക്കും കൊടുക്കാലോ. Yes. അടുത്ത 36 to 40. അടുത്തതാണ്. Give over, give. Go through, examine carefully. Very good. Okay. Go after, try to win something or someone chase. Okay, okay. Try to win something. നേടാൻ ശ്രമിക്കുക. Okay, okay, okay. അടുത്തത്. Look after, to take care. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ വാക്ക് look after, to take care of. Yes. Look for, search. Look for, search. Okay, okay, okay. അടുത്തൊരാള് 41 to 45.
Make പറഞ്ഞോ. Make after Wait. make out understand. Okay. Make up for compensate. Compensate. Okay. നഷ്ടപരിഹാരം. Okay. അടുത്തത്. May pass away, die. Next, Pass over, die. Pass away. Okay. Die and ignore. ഒഴിവാക്കുക. Okay. Next, അടുത്തൊരാള് 46 to 50. Put across. പറഞ്ഞോ. Put across. Communicate successfully. Okay. Put in to make action. To make action. Okay. Put off. Postpone. അത് ഒരുമിച്ചാണ്. അത് എഴുതിയപ്പോ മിസ്റ്റേക്ക് ആണ്. Postpone. Put off എന്ന് മാറ്റി വെക്കുക, നീട്ടി വെക്കുക. Okay. Put on. Wear. ധരിക്കുക. Okay. Put out. Extinguish. Extinguish എന്ന് പറയുന്നത് അർത്ഥം മീനിങ് എടുത്തുക. Okay. നമ്മള് സിനിമ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ അവിടെ കാണാം ഈ വേർഡ് എക്സ്റ്റിംഗ്വിഷ്. Okay. ഇനി അടുത്തത് 50 to 55. അടുത്തൊരാള് Tolerate. Put up with tolerate. Okay. Put down. Right. Suppress. Suppress. Okay. Run out. Becomes used up to that there is no one is left. എന്നുള്ളതാണ്. Becomes used up so that there is no more is left. നമ്മൾ ഈ ക്രിക്കറ്റിലൊക്കെ ഉപയോഗിക്കുക റൺ ഔട്ട്. Okay. അടുത്തത് send for someone. Summon എന്ന് പറഞ്ഞാൽ എന്താണ്? കോടതി നിന്നൊക്കെ സമ്മൻസ് അയക്കാൻ കേട്ടിട്ടില്ലേ? ആ വീടിനോട് സമ്മൻസ് വിളിച്ചു വരുന്നില്ല കേട്ടോ. Okay. Yes. ഇനി അടുത്തത് 56 to 60. അടുത്തതാണ് set about start. Okay, very good. Set of start a journey. Start a journey. Okay. Set up, rise, establish. Okay. Take after, resemble. Resemble എന്ന് പറഞ്ഞാല് സാദൃശ്യം. Very good. Okay. Take 60. It to receive in one's house. Okay. To receive in one's house. Okay. Here the 61 to 65. Take over, to gain control over. Very good. Take up, occupy, raise. Okay. Turn down, rejected. Okay. Turn up, arrived. Okay. Out, prove to be in the end. Prove to be the end. Okay. Yes. In 66 to 69. Turn over, upset. Turn over. Wind up, finish. Wind up. Wind up. Run down, criticize. Run down, criticize. Okay. Cling to, stick to. Cling to, stick to. അള്ളിപ്പിടിക്കുക. Okay. അപ്പൊ ഈ വാക്കുകൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിയേക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അപ്പൊ വരുമ്പോൾ നിങ്ങൾ പഠിച്ചോളൂ. അപ്പൊ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഫ്രേസൽ വെർബ്സ്. ഫ്രേസൽ വെർബ്സിന്റെ ചോദ്യം വരുമ്പോൾ ഫ്രേസൽ വെർബ് വാചകം ഉണ്ടാവും. ആ മീനിങ് ആ വേർഡ് മാറ്റിയിട്ട് അതിന്റെ അടിയിലുള്ള വേർഡ് ഉപയോഗിച്ചിട്ട് സെയിം മീനിങ് ഉപയോഗിച്ചിട്ട് ഫിൽ ചെയ്യണം. ഓക്കെ. ദിസ് മോഡൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. അപ്പൊ ഇതാണ് ഫ്രേസൽ വെർബുമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ നേരത്തെ എടുത്തു നിർത്തിയിട്ടുള്ള ആ ചാപ്റ്റർ 16 ആ യൂണിറ്റ് 16 നമ്മൾ പറഞ്ഞു നിർത്തിയത് റൈറ്റിംഗ്, ഹൗ ടു റൈറ്റ്
എ സ്റ്റോറി. എങ്ങനെയാണ് ഒരു സ്റ്റോറി എഴുതേണ്ടത് അത് നമ്മൾ പറഞ്ഞു. ആൻഡ് വി ആൾസോ ടോൾഡ് ദാറ്റ് ഹൗ ടു റൈറ്റ് എ ഫ്രണ്ട്ലി ലെറ്റർ. അതുവരെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് an ഒഫീഷ്യൽ ലെറ്റർ. നമ്മൾ പറയുന്നത് ഒഫീഷ്യൽ ലെറ്ററിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇപ്പോ വിപ്രോ എന്ന് പറയുന്ന ഒരു കമ്പനി, വിപ്രോ, ആ വിപ്രോ എന്ന് പറയുന്ന കമ്പനി സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ജോലിക്ക് ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ജോലിക്ക് ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ അപേക്ഷയ്ക്ക്, ആ അഡ്വർടൈസ്മെന്റിന് ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കി അയക്കുന്നു. കൂടെ അതിന്റെ CV. അപ്പൊ CV ഓൾറെഡി നമുക്ക് സെപ്പറേറ്റ് വേറെ നോക്കാം, അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ ആദ്യം CV നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. ഒരു ആപ്ലിക്കേഷൻ എഴുതുന്നുണ്ട്. ആപ്ലിക്കേഷൻ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഫ്രം എഴുതി, നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ് അതെല്ലാം സൂചിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ടു എഴുതി കഴിഞ്ഞതിന് ശേഷം ആർക്കാണോ നമ്മൾ അയക്കുന്നത് അദ്ദേഹത്തിന്റെ അഡ്രസ്സ്, ദ മാനേജർ വിപ്രോ, സ്ഥലം എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് അടുത്തത് നമ്മൾ സൂചിപ്പിക്കുന്നത് സർ എന്ന് വിളിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിഷയം. ഈ വിപ്രോ എന്ന് പറയുന്ന കമ്പനിയിൽ ധാരാളം ലെറ്റേഴ്സ് വരും. അപ്പൊ അവർക്ക് എന്തുമായി ബന്ധപ്പെട്ട ലെറ്റർ ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മുഴുവൻ വായിച്ചു നോക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സബ്ജക്ട് എഴുതിയിട്ട് നമ്മൾ എഴുതുകയാണ് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സെയിൽസ് എക്സിക്യൂട്ടീവ്. സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റിലേക്കുള്ള ഒരു അപേക്ഷ, ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സെയിൽസ് എക്സിക്യൂട്ടീവ്. ആ സബ്ജക്റ്റിന്റെ അടിയിൽ നമ്മളൊരു റെഫറൻസ് വെക്കണം, റെഫറൻസ്, സൂചന. ആ റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒഴിവിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു. അപ്പൊ അതിന്റെ അടിയിൽ നമ്മൾ റെഫറൻസ് ചെയ്തിട്ട് 2 കുത്തിലിട്ട് നമ്മൾ എഴുതുന്നു. യുവർ അഡ്വർടൈസ്മെന്റ് ഇൻ മലയാള മനോരമ ഡേറ്റഡ്, അല്ലെങ്കിൽ യുവർ അഡ്വർടൈസ്മെന്റ് ഇൻ മാതൃഭൂമി ഡെയിലി ഡേറ്റഡ്, ഇത്രാം തീയതി മാതൃഭൂമിയിൽ നിങ്ങൾ കൊടുത്ത പരസ്യം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. നമ്മൾ ആദ്യം ഫ്രം എഴുതി, നമ്മുടെ പേര് അഡ്രസ് കഴിഞ്ഞു. ടു എഴുതി, ആർക്കാണ് നമ്മൾ അയക്കുന്നത് അവരുടെ പേര് അഡ്രസ് ഒക്കെ എഴുതി. സർ എന്ന് വിളിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം സബ്ജക്ട് പറഞ്ഞു. സബ്ജക്ട് എന്താണ്? ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സെയിൽസ് എക്സിക്യൂട്ടീവ്. സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ പോസ്റ്റിലേക്കുള്ള നമ്മുടെ അപേക്ഷ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം we also talked about the reference പറഞ്ഞു. ആ റെഫറൻസ് നമ്മൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചന നമ്മൾ വെച്ചു. അപ്പൊ പറയുന്നത് അഡ്വർടൈസ്മെന്റിന് മലയാള മനോരമ ഡേറ്റഡ് ഇത്ര, മലയാള മനോരമയിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള പരസ്യം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളായി. ഇനി നമ്മൾ കത്ത് ആരംഭിക്കുകയാണ്. കത്ത് ആരംഭിക്കുമ്പോൾ ഫസ്റ്റ് വരി ഞാൻ പറയുന്നു, ബാക്കി നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം കേട്ടോ. ഫസ്റ്റ് വരി ഞാൻ പറയുന്നത്, നമ്മൾ ഫസ്റ്റ് വരി ഇങ്ങനെ എഴുതുകയാണ്. വിത്ത് റെഫറൻസ് യുവർ നോട്ടിഫിക്കേഷൻ ഡേറ്റഡ്, ഡേറ്റ് പറഞ്ഞു, ഇൻ മലയാള മനോരമ ഡെയിലി, I would like to apply for the post of sales executive. മലയാള മനോരമ അല്ലെങ്കിൽ മാതൃഭൂമിയിൽ നിങ്ങൾ കൊടുത്ത പരസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നു. With reference to your notification dated so and so, I would like to apply for the post of sales executive. അപ്പൊ അത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയണം. നിങ്ങൾ എവിടെ വരെ പഠിച്ചു, എന്താണ് നിങ്ങളുടെ ടാലന്റ്, നിങ്ങൾക്ക് ഏതെല്ലാം ഭാഷകൾ സംസാരിക്കാൻ അറിയാം, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്താണ്, നിങ്ങൾക്ക് ഈ കമ്പനിയെ കുറിച്ച് നേരത്തെ എന്തെങ്കിലും അറിയാമോ, നിങ്ങൾ ഈ കമ്പനിയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ പെരുമാറുമെന്നാണ് നിങ്ങൾ പറയുന്നത്. യെസ്, ഓക്കെ. ശരണ്യ ഒന്ന് മ്യൂട്ടടിച്ച്. യെസ്, അപ്പോ എങ്ങനെ പെരുമാറുമെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോ അതെല്ലാം പറഞ്ഞു കഴിയും. അങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് പറയണം ഓരോ കാര്യങ്ങൾ. ഓക്കെ 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 ഓക്കെ. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു മാറ്ററാണ്. ഞാൻ ഒന്നുകൂടി പറയാം. എവിടെ വരെ പഠിച്ചു, നിങ്ങളുടെ കഴിവെന്താണ്, നിങ്ങൾക്കറിയാവുന്ന ഭാഷ ഏതൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാം, നിങ്ങളുടെ ഹോബി എന്താണ്, ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്,
ഈ ജോലിക്ക് നിങ്ങൾക്ക് വരാനായിട്ടുള്ള എക്സ്പീരിയൻസ്, എനിക്ക് 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വേറെ കമ്പനിയിൽ. അങ്ങനെ ഈ ലെറ്റർ കാണുമ്പോൾ അവർക്ക് തോന്നും നിങ്ങളൊന്ന് വിളിച്ചൊന്ന് സംസാരിക്കാം ഇത് തോന്നാം. ലാസ്റ്റ് നമ്മൾ പറയുകയാണ് എന്റെ CV ഇതിനോടൊപ്പം വെക്കുന്നുണ്ട്. മൈ CV ഈസ് ആൾസോ എൻക്ലോസ്ഡ് ഹിയർ വിത്ത്. അത് ലാസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കും. ഓക്കെ, CV എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്നത് ഈ CV അയക്കുമ്പോൾ അതിനൊപ്പം നമ്മൾ അയക്കുന്ന കത്തിനെ കുറിച്ചാണ്. ഓക്കെ, ആരാണ് ആദ്യമായിട്ടത് പറയാ? ഹു ഈസ് റെഡി? യെസ്, ഒരാൾ വരൂ, ഞാൻ സപ്പോർട്ട് ചെയ്തോളാം. പകുതി. ഫാത്തിമ, ആർ യു റെഡി? സർ ഞാൻ ട്രൈ ചെയ്യട്ടെ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് ദിവ്യ, വെരി ഗുഡ്. അപ്പൊ ഞാൻ ഫസ്റ്റ് വരി പറയുന്നു. വിത്ത് റെഫറൻസ് ടു നോട്ടിഫിക്കേഷൻ ഡേറ്റഡ് ഇൻ മലയാളം മനോരമ ഡെയിലി, ഐ വുഡ് ലൈക്ക് ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് സെയിൽസ് എക്സിക്യൂട്ടീവ്. യെസ്, ബാക്കി പറഞ്ഞു. I am a graduate. അല്ലെങ്കിൽ I am a post graduate. അവിടെ നിന്ന് ആരംഭിച്ചു. I am a graduated from Victoria College with a degree in BCom. Okay. I have also കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരീക്ഷ അത് പറഞ്ഞോളൂ. I have also done 2 years of working experience. Okay. പിന്നെ നേരിട്ട് നമുക്ക് നമ്മളെ കമ്പനിയോടുള്ള അത് അറിയിക്കാം, അങ്ങനത്തെ വേർഡ്സ്. I believe with the academic qualification I have and the experience I can do the better for your company. Okay. Okay, ദിവ്യക്ക് ഏതെല്ലാം ഭാഷകൾ സംസാരിക്കാൻ അറിയാം? അതൊന്ന് പറഞ്ഞു. I know I have a skill of language, English, Hindi, Malayalam. ഓക്കെ, ഇനി ഏതെങ്കിലും ഫോറിൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ അയക്കുന്ന കമ്പനിക്ക് ആ ഫോറിൻ കൺട്രീസിലും ബ്രാഞ്ചിനൊക്കെ നിങ്ങൾ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാലോ. യെസ്, ഓക്കെ അത് പറഞ്ഞു. യെസ്, ഇനി ദിവ്യയുടെ ഹോബി എന്താണ്? My hobby is glass painting. Okay. ഞാൻ ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കണക്ട് ചെയ്യുന്ന സംഗതി. ഇനി സാറേ എനിക്ക് അത്ര പറയാൻ പറ്റുന്നുള്ളൂ. ഒരു വരി കൂടി പോയി. എന്നെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പൊ നമുക്ക് ഇഫ് ഐ ആം അപ്പോയിന്റഡ് ഇൻ യുവർ കമ്പനി, ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ പ്രവർത്തിക്കും, അതൊന്ന് പറഞ്ഞു. If you appoint me, I can well work for your company. Yes. I try my best. Okay, ഒരു വാചകം കൂടി ഞാൻ പറയാം. എന്റെ സിവിയും ഇതിനോടൊപ്പം എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു. I enclosed my CV on this letter. Okay, I also enclose my CV herewith. അങ്ങനെ പറയാം. Okay, very good. ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാരണം ആദ്യം പറയാനായിട്ട് ധൈര്യം കാണിച്ചില്ലേ, അപ്പോ ആദ്യം ആലോചിക്കാതെ തന്നെ പറയാനായിട്ട് ധൈര്യം കാണിച്ചു. ഐ അപ്രീഷിയേറ്റ് യു, ഐ കൺഗ്രാജുലേറ്റ് യു. പെട്ടെന്ന് പറയുമ്പോൾ കുറെ വൊക്കാബുലറിയുടെ ഷോർട്ടേജ് ഉണ്ട് സാർ, അതാണ് പെട്ടെന്ന് പറയാൻ പറ്റാത്തത്. റെഡിയാക്കാം. അത് നമ്മൾ തീരുമാനിച്ചില്ലേ, ഓരോ വാക്ക് വെച്ച് പുതിയ പഠിക്കാനായിട്ട് തീരുമാനിച്ചില്ലേ. ഇന്നലെ പഠിച്ച വാക്കൊന്ന് പറയാമോ? I am also responsible. Yes. I am also responsible and adaptable according to the situation. Okay. I am straightforward. That is my weakness. Okay.
I work I my am a level cook best. learner. ഇല്ല ഓരോ കഴിഞ്ഞ് നമുക്ക് ചെയ്യാം. അമൃത ചാൻസ് തരാം. ഓക്കെ ഓക്കെ ഓക്കെ. I റസീന am ഫിനിഷ് I am ചെയ്തു. a quick learner, punctual and smart and hard worker. ഓക്കെ. Mm, my short-term goal is to join a reputed company. Oh yes, okay. When utilize skill and my knowledge Okay. for the mm, increase the profit Increase the profit of your firm. Okay. and Yes. will get the learning in my career. Yes. ഓക്കെ റസീന, കുഴപ്പമില്ല നന്നായിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറയാം. ഓക്കെ 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 വെരി ഗുഡ്. അമൃത ഓക്കെ, നീ പറഞ്ഞോളൂ. സർ എന്താ പറയുക, ഇൻട്രൊഡക്ഷൻ പോലെയാണോ പറയാനുള്ള, അതിന്റെ ബാലൻസ് ആയിട്ട് പറഞ്ഞാൽ മതി. പുതിയത് അമൃതയുടെ രീതിയിലുള്ള ഒരു ലെറ്റർ ഫ്രെയിം ചെയ്യും. ഓക്കെ, പറഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. Okay. With reference to the notification dated, I would like to apply for the post of sales executive in your company. I am a graduate or I am a postgraduate. I am a postgraduate in economics. Okay. I'm more efficient in statistics and data analysis. And okay. I will speak multi languages. Okay. If you appoint me, I work my level best. Okay. And I'm very sincere to your company. Okay. ഇത്രയൊക്കെ കിട്ടുന്നുള്ളൂ. കുറച്ച് നോട്ടായിട്ട് എഴുതി എടുത്തിട്ടുണ്ട്, ഞാനത് വായിക്കട്ടെ, കറക്റ്റ് ആണെന്ന് പറയാമോ? സാർ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ബാക്കി തൊട്ടാണ്. അപ്പൊ എന്റെ ക്വാളിഫിക്കേഷൻ തൊട്ട് പറയാം. I have done BCom in Corporation from University of Kerala. Okay. With an aggregate third class. Okay. I have completed my higher secondary education in government school in my city. Okay. I know three language. Okay. Coming to my strength, I am a quick learner, punctual, smart and hard worker. Okay. I am also responsible and adaptable according to all situations. Okay. My weakness is that I am straightforward. Okay. And my short-term goal is to join a reputed company where I can utilize my skill and knowledge. Okay. I will get learning environment to boost my career. Okay. ഓക്കെ റെഡി. പിന്നെ നമ്മള് ഞാൻ ലാസ്റ്റ് പറയാം, ആരെങ്കിലും അത് പറയുമെന്ന് നോക്കട്ടെ കേട്ടോ. വെരി ഗുഡ് റസീന, വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത ആരാണ് പറയണത്? ആൻഡ് യു ആർ സെൻഡിങ് യുവർ ഓൺ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് സെയിൽസ് എക്സിക്യൂട്ടീവ്. യെസ്, അടുത്തത്. I am graduate in BA, Okay. and after that I completed a diploma course. Okay. I'm a fresher. I have no working experience. Okay. If I am appointed to your company, I will do my level best to raise your company. Oh, very good. And my skill is I am hardworking person. Okay.
and I will manage Malayalam, English, and Hindi languages. Okay. Yours faithfully or sincerely, അങ്ങനെ ലാസ്റ്റ്. ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞ പോലെയാണ്, നിങ്ങൾ ആരെങ്കിലും ഈ കമ്പനിയെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നിങ്ങൾ ചാരിറ്റബിൾ വർക്ക് നിങ്ങളുടെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും പറയുമെന്ന് ചോദിച്ചാൽ ഞാൻ ഇത്രയും നേരം ഉണ്ടായിരുന്നത്. നിങ്ങൾ ഈ കമ്പനിയെ കുറിച്ച് അറിഞ്ഞു, ആ കമ്പനിയെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നേരത്തെ അറിയാം എന്നൊരു സ്റ്റേറ്റ്മെന്റ്. യെസ് പറയാനാ? അല്ല, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ യെസ് പറഞ്ഞോളൂ. അടുത്ത ആരാണ്? അപ്പൊ ഇനി പറയുമ്പോ അതുകൊണ്ടൊരു വാചകം കൂടി ചേർത്തേ കേട്ടോ. യെസ്, ഹു ഈസ് നെക്സ്റ്റ്? യെസ്, നമ്മ ആകെ 53 പേര് ഇതിൻ്റെ അകത്ത് ഉണ്ട്, നമ്മളായിട്ട് കാണിക്കുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കെല്ലാരും. അല്ല, ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞതാ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അത് തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. I am graduate in botany from MG University. After that, I done my diploma courses. Now I am sure that if you appointed me to your company, I make your company as possible as profit. If you appointed me, I can ensure and I promise that I am a sincere to your company and hardworking. I can manage English and Malayalam. And my strength is I am a self-motivated, and I have good I have good quality like leadership quality. My hobbies are gardening and listening music. If you with hopeful of your letter as an interview to give me an interview date. Your faithfully name signature. Okay. I hereby endorse my CV. അപ്പൊ അതിനിടെ നമുക്ക് വേണ്ടി ഒരു വാചകം കൊടുക്കാമോ? I have good communication skill. Okay. I heard about your company that your company is selected as the best company in last year and get an award from the president. So my wish is to join your company and done my hardship to your company. Okay. My with pleasure, hopeful, you are faithfully. Okay. അതീപ കുറച്ചുകൂടി കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഉണ്ടായിരുന്നു, ഒന്ന് അടക്കം നീറ്റ് ആക്കണമെന്നേ ഉള്ളൂ. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ, അടുത്ത ആള് ഫാത്തിമ. ഓക്കെ ഫാത്തിമ, സ്റ്റാർട്ട്. I am a degree graduate. If I get a job in the reputed company, I will do my best in it. I am very confident that I can do the job in this company. I am very interested to work with such a company. I am enclosing my CV along with this letter. ഓക്കെ. ഹോബി, പിന്നെ ലാംഗ്വേജ് നോൺ അതൊന്നും പറഞ്ഞില്ലല്ലോ, അതുകൂടി ഉൾപ്പെടുത്തി. Language, I am speaking also in 3 languages. Okay. English, Malayalam, Hindi. My hobbies reading. Okay. വിദേശ ഭാഷ നിങ്ങൾ അറിയാമോ? ഇല്ല സർ. ഓക്കെ ഫാത്തിമ, കുഴപ്പമില്ല. ഓക്കെ. വെരി ഗുഡ്. യെസ്, ഹു ഈസ് നെക്സ്റ്റ്? യെസ്,
ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, നിങ്ങൾ തന്നെ ഓരോരുത്തരോട് പറഞ്ഞാൽ മതി. ഇത് പറഞ്ഞു നോക്കണോട്ടോ, പറയണം നിങ്ങളത്. യെസ്, അതെ, നിങ്ങളിങ്ങനെ എന്താ പറയാ നാണിച്ചോ വിഷമിച്ചോ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ 50 പേരും ജസ്റ്റ് ലൈക്ക് എ ഫാമിലി. പിന്നെന്താ കുഴപ്പമുള്ളത്? ശിവ, സർ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ നല്ല പേടിയുണ്ട്. എനിക്ക് അറിയെങ്കിലും ഞാൻ ഇന്നേ വരെ ആരടുത്ത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നില്ല. ഇപ്പൊ ചെറിയൊരു കോൺഫിഡൻസ് വന്നതില്ലേ? അതെ, തെറ്റിയ സാറൊന്നും പറയില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അതല്ല, ഒന്നാമത്തേത് എന്താ വെച്ചാല് വൊക്കാബുലറി വളരെ കുറവാണ്. അപ്പോ ഞങ്ങൾ സംസാരിക്കുമ്പോ പകുതി വെച്ച് സ്റ്റോപ്പായി പോവോന്നൊക്കെയുള്ള പേടി നല്ല പോലെ ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞൊരു മെത്തേഡ് നിങ്ങൾ സ്വീകരിക്കാം. എല്ലാവരും ചെയ്തോട്ടെ. ആ ഒരു രീതി, അതാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ട രീതി. ഞാനൊന്നും പറയാത്തത് എന്താന്ന് വെച്ചാൽ അപ്പൊ കറക്റ്റ് ചെയ്ത് പോകേണ്ട കാര്യം. ആദ്യം നിങ്ങൾ പറഞ്ഞൊന്ന് പറയാനായിട്ടുള്ളൊരു ആ ഒരു ലെവലിലോട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറെ ഗ്രാമറൊക്കെ പഠിച്ച് കഴിയുമ്പോൾ അതിനെ കൂടുതൽ കറക്റ്റ് ചെയ്ത് പോവാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നതാണ്. ഇപ്പൊ തന്നെ ഞാനിപ്പോ കുറച്ച് കഴിയുമ്പോൾ ഓണത്തെ കുറിച്ച് നിങ്ങളോട് പറയാൻ പറയുമ്പോൾ നിങ്ങൾ പറയും, ഓണത്തെ കുറിച്ച് പറയും. എന്റെ ഓണ സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു, എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ പോയി, എത്ര റിലേറ്റീവ്സ് വീട്ടിൽ വന്നു, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. വൈകുന്നേരമായപ്പോൾ ഞാൻ എന്റെ വീട്ടിൽ പോയി. ഐ സോ മൈ മദർ, മൈ സിസ്റ്റർ, മൈ ബ്രദർ, ടുഗദർ വി ഹാഡ് ദ സപ്പർ ദയർ. അപ്പോ അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ഓണാക്കുക മൊബൈലിൽ, എന്നിട്ട് ഒന്ന് പറഞ്ഞു നോക്കുക. അത് അങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ വോയിസ് റെക്കോർഡ് ഓണാക്കുന്നു. നിങ്ങൾ അതൊന്ന് ഇപ്പോൾ ഓൺലൈൻ സെലിബ്രേഷനെ കുറിച്ച് നിങ്ങളതൊന്ന് പറയും. പറഞ്ഞു കഴിയുമ്പോൾ എന്നിട്ട് നിങ്ങൾ അത് കേട്ടു നോക്കുക. നമ്മൾ വിചാരിക്കും ആ പോയിന്റൊക്കെ എഴുതി വെച്ചിട്ട് നേരത്തെ പറഞ്ഞാൽ പോലെ അങ്ങനെ ചെയ്യരുത്. ഞാൻ ഈ പറഞ്ഞത് പോലെ തന്നെ ചെയ്യാം. നിങ്ങൾ വോയിസ് റെക്കോർഡ് ഓണാക്കുന്നു മൊബൈലില്, അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നു. ഇവിടെ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അത് അവിടെ പറയുന്നു. നിങ്ങൾ മാത്രമുള്ളപ്പോൾ നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ആരും നിങ്ങളെ കളിയാക്കാനില്ല. അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ സ്കൂളിൽ പോയതിനു ശേഷം നിങ്ങൾ അതൊന്നുകൂടി കേട്ട് നോക്കുക. കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്ന ഫീലിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചമ്മലായിരിക്കും. എന്ത് വൃത്തികേടാണത്, ഇങ്ങനെയൊക്കെയാണ് എന്ന് തോന്നുന്നു. അതങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി ചെയ്യുക. അപ്പൊ രണ്ടാമത് ഒന്നുകൂടി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട പോലെ തോന്നും. അതും അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് മൂന്നാമതൊരു പ്രാവശ്യം ഈ പറഞ്ഞത് തന്നെ ഒരു പ്രാവശ്യം കൂടി പറയാം. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നും കുറച്ചുകൂടി സ്റ്റൈലായിട്ട് പറയാം. അല്ലെങ്കിൽ വേണം ഞാൻ പറയുമ്പോൾ കുറച്ച് സ്പീഡ് കൂടുതലുണ്ട്, അപ്പൊ സ്പീഡ് കുറച്ച് പറയാം. ഓക്കെ, വേറെ ആരെയും നമ്മൾ കാണിക്കുന്നില്ല, നമ്മൾ തന്നെ ഇത് കാണുന്നുണ്ട്. യു ആർ ദ ജഡ്ജ് ഓഫ് യുവർ ഓൺ. നിങ്ങളാണ് നിങ്ങളുടെ ജഡ്ജ്. വേറെ ആരെയും നമ്മളത് കണ്ടത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് നമ്മൾ ആരോടും പറയുന്നില്ല. അങ്ങനെ നിങ്ങളൊരു 2 3 പ്രാവശ്യം പറയുക, ഡിലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ഫ്രൈഡേ വരുമ്പോൾ നിങ്ങൾ ഓണ സെലിബ്രേഷനെ കുറിച്ച് ഇങ്ങോട്ട് പറയാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ 3 പ്രാവശ്യം ഇതുപോലെ ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കും അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും. പക്ഷെ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ആ കഴിവുകൾ ഡെവലപ്പ് ചെയ്യും. ഒരുപക്ഷെ ഭാവിയിൽ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഒക്കെ ഇതിനകത്തിരിപ്പുണ്ടാവും. കാരണം അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓ ഈ സൗണ്ടൊക്കെ ഒന്ന് മാറ്റി പറയാനോ അഡ്ജസ്റ്റ് ചെയ്ത് പറയാനോ. ഭാവിയിലെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ചിലപ്പോൾ അത് ഇരിപ്പുണ്ടാവും. ഒന്നിലധികം. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ മൈ ഓണം സെലിബ്രേഷൻ എന്ന് പറയുന്ന വിഷയത്തില് ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യില്ലേ ഇല്ലാതെ? ഓക്കെ സാർ, ചെയ്യണം. ഓക്കെ, അത് വേറെ ആരും കാണുന്നില്ലല്ലോ. യു ഡു ദിസ്. അത് നിങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ധൈര്യമായിട്ട് ചെയ്തു. അതിൻ്റെ അകത്തൊരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും. അത് ആദ്യത്തെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓക്കെ, 2 കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഓക്കെ ഇത് കൊള്ളായിരുന്നു, നമ്മൾ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു നിങ്ങൾക്ക് തോന്നും. ഓക്കെ, യെസ്. അപ്പൊ ലേറ്റസ്റ്റ് കൗണ്ട്. ഓക്കെ, ഐ ബിലീവ് യു. ഓക്കെ. യെസ്. ഹു ഈസ് നെക്സ്റ്റ്? സാറേ ഞാൻ പറയാം. വെരി ഗുഡ് ചിലു, വെരി ഗുഡ്. I am BCom graduate from Mahatma Gandhi University. Okay. I have 5 years experience in the same position. Very My good. hobbies are listening the music, cooking, gardening, etc. I Okay. know 3 languages: English, Hindi, Malayalam. If you Okay. give me this opportunity, trust me, sir, I give my level my best. I am Okay. hardworking person. Okay.
നന്നായിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. I saw, I heard the Wipro is the best leading company and consumer friendly also. Trust me, sir, give me this opportunity. Okay. Thank you. Okay. നല്ല സ്റ്റൈലായിട്ടാണ് വന്നത്. ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്താണ്. വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ആ കമ്പനിയെ ഒന്ന് പൊക്കിയൊക്കെ പറഞ്ഞു. വെരി ഗുഡ്. സാറ് ഞാൻ ഇത് പറഞ്ഞപ്പോ എഴുതി വെക്കുവായിരുന്നേ, അപ്പൊ എനിക്ക് ചമ്മല് കൂടാണ്ട് പറയാലോ. താങ്ക് യു സർ. ഓക്കെ, ഇനി ഞാൻ ഈ പറഞ്ഞതുപോലെ വോയിസ് റെക്കോർഡ് ഓൺ ആക്കിയിട്ടൊന്ന് പറഞ്ഞു നോക്കാം. അത് പറഞ്ഞു നോക്കുമ്പോൾ കുറച്ചുകൂടി ഈ ചമ്മൽ എന്ന് പറഞ്ഞ സംഗതിയില്ലേ, അത് ആദ്യത്തെ 2 വർഷം കഴിയുമ്പോൾ അങ്ങോട്ട് മാറും. നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. നിങ്ങൾക്ക് തന്നെ തോന്നും, കൊള്ളാല്ല, എനിക്ക് പറയാൻ പറ്റുമല്ലേ, ഇത്രയും നാള് ഞാനത് പറയാതെ ഇങ്ങനെ ഇരുന്നു, ഇത് കേട്ടുകഴിയുമ്പോൾ എനിക്ക് പറയാൻ പറ്റുമല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഹു ഈസ് നെക്സ്റ്റ്? ഷിമ, പറഞ്ഞോളൂ ഷിമ. സാർ, എന്റെ പേര് ഷിംന എന്നാണ്. ഷിംന പറഞ്ഞോളൂ. സാർ, അതുകൊണ്ട് പറയട്ടെ. I am a graduate in BA. After that, I have completed PGDCA. Okay. I know 3 languages: Malayalam, English, and Hindi. I have heard about your company earlier. Your charity works are popular. I also heard about the achievements of your company. I am a hardworking person. I can be if you selected me, I can be an asset for your firm. Oh yes, okay. Okay. നല്ല വാക്കുകളായിരുന്നു. ഓക്കെ, ഐ ഷാൽ ബി ദ അസെറ്റ് ടു യുവർ ഫേം. വെരി ഗുഡ്. നല്ലതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, കണ്ടോ, ഓരോരുത്തരും അവരവരുടെ നിങ്ങളുടേതായ രീതിയിൽ. നമ്മൾ ഈ ലെറ്റർ കാണുമ്പോൾ ഞാൻ ഒന്ന് മാറ്റി ചിന്തിക്കുന്നത് കൊണ്ട് പറയുന്നു, നിങ്ങളാണ് ഒരു കമ്പനിയുടെ ഓണർ. നിങ്ങളുടെ മുന്നിൽ ഇതേപോലെ കുറെ കത്തുകൾ വന്നു കഴിയുമ്പോൾ, ചില കത്തുകൾ വായിക്കുമ്പോൾ, കത്ത് കണ്ടപ്പോൾ തന്നെ ഇത് വായിക്കണ്ട, പോട്ടെ, ആ ആളെ വേണ്ട, അങ്ങനെ പറയുന്നത്. നിങ്ങളിപ്പോ അപേക്ഷ അയക്കുന്ന ആള് എന്നുള്ള ലെവലിൽ നിന്ന് നിങ്ങളാണ് ആളെ അപ്പോയിന്റ് ചെയ്ത ആള് നിങ്ങൾ വിചാരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അപേക്ഷ എടുത്ത് നോക്കിയപ്പോൾ കൊള്ളാം, ഇത് വിളിക്കട്ടെ, നിങ്ങളുടെ സെക്രട്ടറിയോട് പറയും, ഈ ആളെ വിളിക്കുക, ഇന്റർവ്യൂ വിളിക്കുക എന്ന് പറയും. അപ്പൊ ആ ഒരു ക്വാളിറ്റി നമ്മൾ അയക്കുന്ന നമ്മുടെ ലെറ്ററിൽ ഉണ്ടാവണം. യെസ്, അപ്പൊ അതിനേക്കുള്ളൊരു പരിശീലനമാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, ക്വിസ് ടെസ്റ്റ് അടുത്തതാരാണ്? യെസ്, ഭയപ്പെടാതെ ധൈര്യമായിട്ട് ആരെങ്കിലും മുന്നോട്ട് വരിക. യെസ് സാർ, പറയട്ടെ? ധൈര്യമായിട്ട് പറയാം. ശരിയാ, ഓക്കെ. ഈ സമയം കൊണ്ട് എഴുതി നോക്കിയായിരുന്നു, അപ്പൊ അത് കണ്ടൊന്ന് വായിക്കാം. I would like to apply to the post of sales executive, which you have advertised in Madhubhumi newspaper. I am graduated in BA history. If you give me an opportunity, I will try my best for your company. Working successful and reputing company will be boost my confidence level. I would consider that a victory in my life. I will work hard for the growth of this company. I know 2 languages, Malayalam and English. My biggest hobby is watching and enjoying cricket. I have 1 year experience, and thanks for considering my application. Waiting for the good reply. Thank you. Okay, very good. Why is it speed? Very good. Thank you, sir. Okay.
Yes. Ini, who is next? Kirti, are you ready? If you approach this company, I will give the best appointment to your company, and I will Okay. give a good opportunity for the students who give this opportunity, and I Okay. will do my level best. I know Okay. 3 languages: Hindi, English, and Malayalam. Okay. And I give this company to the first positions in all the states. Okay. Yeah. That much. Yes. ഇനി എന്താ മനസ്സിൽ ഉദ്ദേശിച്ചത്? എന്റെ CV യോടൊപ്പം പിൻ ചെയ്യുന്നുണ്ട് എന്നോട് പറഞ്ഞ. We will say this company to your family also, who will give this company to my family also. Yes. That much. അത്രേ ഉള്ളൂ. Yes, sir. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയുണ്ടോ? ഇല്ല. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 അറ്റംപ്റ്റ് ചെയ്തേനെ. വെരി ഗുഡ്. യെസ്. ആ ഇനി അടുത്തത് ക്വിസ് ടെസ്റ്റ്. We are sending an application for the post of sales executive in a company. We are presenting our details. Yes. Who is next? അടുത്ത ആരാണ്? നിങ്ങൾ ഇങ്ങനെ മടിച്ചു നിൽക്കാതെ വരൂ. നിങ്ങൾ മനസ്സിലുണ്ടല്ലോ. Okay, get ready. Yes. Nafsi and answer. Okay. After degree, I have 8 years of career work. Okay. I have no experience. I know 3 languages: Hindi, English, and I am graduated in BSc Botany at MG University. Okay. I have 8 years of career work. Okay. And I have no experience. I know 3 languages: Hindi, English, and Malayalam. Okay. Appoint me. I will try my best. Okay. I am giving to this letter. I am waiting for your. Yes. Okay. സൗണ്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. സൗണ്ടിന്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓക്കെ 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 ഓക്കെ. നഫ്സിയുടെ സൗണ്ടിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. Yes. One more person is giving. One more person. ഒരാൾ കൂടി. യെസ്. അടുത്തൊരാൾ. നിങ്ങൾ എഴുതി വെച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ ഇത്ര നേരം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ അത് റെഡിയാക്കി വെച്ചല്ലോ. ആ വെച്ചത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ. Who is next? ധൈര്യമായിട്ട് പറയൂ. ഞാൻ പറയാം സർ. Yes, okay. Farsana. Okay, 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 okay. I am writing to express my interest in the sales executive position at Malayalam Manorama. Very good, very good, very good. Okay. As advertised with a strong background in sales. Very good, very good. Customer relationship management and media marketing. I am confident that my skills align well with the dynamic recruitment of your sales team. Very good, very good. Good language. Okay. During my previous role in the sales, the marketing domain, I have honed my abilities in identifying marketing opportunities, building client relationship, Yes. and achieving sales target.
Very good. Okay. My experience in understanding clients' needs and offering tailored solution Yes. and consistently led to growth in revenue and customer satisfaction. Okay. Very good. Very good. Malayalam Manorama's agency in media and its strong market presence make it an ideal place for me to contribute my skills and grow with a reputable organization. Very good. I am particularly impressed with your ability to stay ahead in the competitive media landscape and would love the opportunities to contribute to that success. Very good. Very good. അത്രയുള്ളൂ സാറേ. വെരി ഗുഡ് വെരി ഗുഡ്. നന്നായിട്ടുണ്ട്. ഗുഡ് ലാംഗ്വേജ്. വെരി ഗുഡ് ലാംഗ്വേജ്. കുറച്ചുകൂടി സ്റ്റാൻഡേർഡൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 വെരി ഗുഡ്. ഓക്കെ. ഇങ്ങനെ ഓരോരുത്തരൊക്കെ കയ്യിലുണ്ടായിരുന്നിട്ടാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് നിങ്ങൾ പറയുമ്പോൾ കേൾക്കാൻ ഒരാളെങ്കിലും വേണ്ടേ? ഇത്രയും പേരുണ്ടായില്ല അത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ വേറൊരാൾ പറയുമ്പോൾ നിങ്ങൾ കൂടി മറ്റുള്ളവർ ശ്രദ്ധിക്കണത് അതിൽ നിന്നൊരു പോയിന്റ് നമുക്ക് വേണമെങ്കിൽ എടുക്കാമല്ലോ എന്ന് ചിന്തിക്കണം. കൊള്ളാം. അതിൽ പോയിന്റ് എടുക്കാം. അങ്ങനെ ഓരോ കാരണം നമ്മുടെ ജോലിയുടെ അപേക്ഷ അയക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ഒരു പോയിന്റ് ഒക്കെ നമുക്ക് എടുത്ത് നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് നമ്മൾ വിട്ടുപോയ ചിലപ്പോൾ സംഗതി ആയിരിക്കാം. വേറെ ആൾ പറഞ്ഞപ്പോഴായിരിക്കും നമുക്കത് നമ്മളെ കുറച്ചുകൂടി നമുക്ക് ബോധ്യപ്പെട്ടത്. അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പോ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ്. ഇനി അടുത്തതായിട്ട് ആരെങ്കിലും പറയാൻ താല്പര്യം? About the friendly letter, official letter. Yes. Okay, okay, okay. ഞാൻ നിങ്ങളോട് പറയണം. അപ്പൊ നിങ്ങള് ഓണം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓണം സെലിബ്രേഷനെ കുറിച്ച് ഒരു 5-10 സെന്റൻസ് നിങ്ങളൊന്ന് റെഡിയാക്കി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതൊന്ന് വോയിസ് റെക്കോർഡിൽ പറയുക, ഡിലീറ്റ് ചെയ്യുക, വീണ്ടും പറയുക, ഡിലീറ്റ് ചെയ്യുക, വീണ്ടും പറയുക. മൂന്നാമത്തേനും ഓക്കെയാണ്. അത് സ്റ്റൈലായിട്ട് പറയുക. നിങ്ങൾ അത് സ്റ്റൈലായിട്ട് പറഞ്ഞു. ഓക്കെ. ആരെയും കേൾക്കാനാണ്? നിങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. ഓക്കെ. നല്ല ഭംഗിയിൽ പറയുക. യെസ്. അപ്പോ അങ്ങനെ പറഞ്ഞ് പ്രിപ്പയർ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരിക. ഡോണ്ട് ഫോർഗെറ്റ്. നെക്സ്റ്റ് ക്ലാസ് എന്നാണ് സർ? നെക്സ്റ്റ് ഫ്രൈഡേ. നെക്സ്റ്റ് ഫ്രൈഡേ വരും. അപ്പൊ ഇപ്പൊ നമ്മള് ഈ ടെക്സ്റ്റ് ബേസ് യൂണിറ്റ് ബേസ് വരുമ്പോ 13th ചാപ്റ്ററും 13th യൂണിറ്റും അതിനോടൊപ്പം തന്നെ 16th യൂണിറ്റ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിൽ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓണം സെലിബ്രേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു ടോപ്പിക് തരാം. അപ്പൊ അതിനെ കുറിച്ച് പിറ്റേ ആഴ്ച നമുക്ക് റെഡിയാകും. ഓക്കെ. So we will meet in the next class. Till then, bye bye. Thank you, sir. Thank you. Okay, welcome. Thank you, sir. Yes, sir. Welcome. Thank you, Yes, sir. sir. Thank you, sir. Okay. Sure, okay.
ചോദ്യം